പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ കെമിസ്ട്രി ക്ലാസ്സുകളിൽ മൂന്നാമത്തെ സെക്ഷനിൽ നിന്ന് ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ 2 സെക്ഷൻസും എല്ലാവരും നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാവരും ആൻസർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ സെക്ഷനിൽ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മാത്ത് വി ലേണിംഗ് ആപ്പിൻ്റെ കെമിസ്ട്രി ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നോക്കാം, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 4 മാർക്കിനും ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം, ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 16 to 26. 16 മുതൽ 26 വരെ കാണപ്പെടുന്ന ചോദ്യങ്ങളിൽ 8 എണ്ണം മാത്രം നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നോക്കാം, ഡിഫൈൻ ഐഡിയൽ സൊല്യൂഷൻ ബൈ സൈറ്റിംഗ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ഡെൽറ്റ മിക്സിംഗ് enthalpy H and delta mixing V volume for a such solution. നമുക്കറിയാം എന്താണ് ഐഡിയൽ സൊല്യൂഷൻ. അങ്ങനെ സൊല്യൂഷൻ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം അല്ലേ. അപ്പോൾ ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് റൗൾസ് ലോ ഒബേ ചെയ്യുന്നതാണ്. ഏത് കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ, ആ റൗൾസ് ലോ ഒബേ ചെയ്യുന്നതാണ് എന്ത് ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സ്ക്രീനിൽ ഞാൻ അതിന്റെ വ്യക്തമായ ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതിയെടുക്കാം. അതായത് അവിടെ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ്, അതായത് ഒരേ തരത്തിലുള്ള എ ആണെങ്കിലും ബി ആണെങ്കിലും ഒരേ തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണെങ്കിലും, ഇനി വ്യത്യസ്ത അൺലൈക്ക് മോളിക്യൂൾ ആണെങ്കിലും അതിൽ എന്തുണ്ടാവില്ല, എന്താൽപ്പിയിലോ അല്ലെങ്കിൽ വോള്യത്തിലോ ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ അവയെ നമുക്ക് വിളിക്കാം ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കാം. ഇപ്പൊ നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ സാധാരണ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ബെൻസീൻ അതിനൊരു എക്സാമ്പിളാണ്. ബെൻസീൻ ആൻഡ് ടൊളുവിൻ, നമുക്കറിയാം ടൊളുവിനും ബെൻസീനും ഇതിന്റെ എക്സാമ്പിൾ ആണ്. അതായത് എപ്പോഴും നമുക്കറിയാം ഡെൽറ്റ മിക്സിംഗ് എന്തായിരിക്കും, എന്താൽപ്പി 0 ആണ്. ഡെൽറ്റ മിക്സിംഗ് വോള്യം 0 ആണ്. അതായത് ടെമ്പറേച്ചർ കൂടിയാലും എന്ത് കോൺസെൻട്രേഷൻ വ്യത്യാസം ഉണ്ടായാലും എന്തുണ്ടാവില്ല, അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല, സൊല്യൂഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ വന്ന് റൗൾസ് ലോ ഒബേ ചെയ്തതാണ്. നമുക്കറിയാം റൗൾസ് ലോ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമുക്കറിയാം എന്താ PA ഈക്വൽ ടു XA ഓർ കൈ A പഠിച്ചിട്ടുണ്ട്. P0A പഠിച്ചിട്ടില്ലേ. PB ഈക്വൽ ടു XB P0B പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേപ്പർ പ്രഷറിനെ കുറിച്ചിട്ട് PA എന്ന് പറഞ്ഞാലും PB എന്ന് പറയുന്നത് എന്താണ്, PA PB എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ് ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് അല്ലെ. അതിൽ P0A ആൻഡ് P0B എന്ന് പറഞ്ഞാലോ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇത്. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യണം. അതാണ് ഒരു കണ്ടീഷൻ. റൗൾസ് ലോ ഒബേ ചെയ്യണം. ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ റൗൾസ് ലോ ഒബേ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മളോട് ചോദിച്ചു അതിന് പറ്റിയ എക്സാമ്പിൾ 2 എണ്ണം, ഇതാ ബെൻസീനും ടൊളുവിനും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിൽ കടക്കാം. ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ. നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട അതായത് പ്രയാസമുള്ള ഒരു ഭാഗമാണ്. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? ലാംഡ എം, ക്യാപിറ്റൽ ലാംഡ എന്ന് പറയുന്നത് എന്താ? അതായത് ഒരു ഇലക്ട്രോലൈറ്റിൽ, ഒരു മോൾ ഇലക്ട്രോലൈറ്റിൽ അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണോ അതാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻസ് ഒക്കെ ഇല്ലേ. അതായത് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക? എങ്ങനെ? ലാംഡ ഈക്വൽ ടു ലാംഡ എം ഈക്വൽ ടു K/C. ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ കണ്ടക്ടിവിറ്റി ആണ്. K എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ അല്ലെ. C എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ആദ്യത്തെ ചോദ്യം നോക്കുക. ആദ്യത്തെ ചോദ്യത്തിൽ ആദ്യത്തെ സെക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 ചോദ്യങ്ങളുണ്ട്. ഹൗ ഡസ് ഇറ്റ് വാരി വിത്ത് കോൺസെൻട്രേഷൻ? ആദ്യം എല്ലാവരും മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി അതിൽ എന്തടങ്ങിയിട്ടുണ്ട്? 1 മോൾ ഇലക്ട്രോലൈറ്റ് അടങ്ങിയിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക? മോളാർ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്തോ അതാണ് മോളാർ കണ്ടക്ടിവിറ്റി. കണ്ടുപിടിക്കൽ ഇക്വേഷൻ ലാംഡ എം ഈക്വൽ ടു K/C. നമുക്ക് എങ്ങനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ അനുസരിച്ച് വാരി ചെയ്യാന്ന് പറയാം. സാധാരണ നമ്മൾ അത് ഇലക്ട്രോലൈറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് ടൈപ്പിലുള്ള, അതായത് നമ്മൾ 2 തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, സോഡിയം ക്ലോറൈഡും അതേപോലെ പൊട്ടാസ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ക്ലോറൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ നോക്കാം. അതായത് ഇവിടെ ഈ ലാംഡ എമ്മിന്റെ വാല്യൂ, മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ എങ്ങനെയാണ് ഡൈല്യൂഷനുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിന്റെ കോൺസെൻട്രേഷൻ കുറയും. എന്താ കോൺസെൻട്രേഷൻ കുറയാൻ കാരണം എന്താ? അതായത് ലോവർ കോൺസെൻട്രേഷനിൽ ഈ അയോൺ ഇന്ററാക്ഷൻസ് കുറയും. ആ അയോൺ ഇന്ററാക്ഷൻസ് കുറയുമ്പോൾ എന്താ? അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ കൊളറാഷ് ലോ എന്ന് പഠിച്ചിട്ടുണ്ട്. കൊളറാഷ് ലോ പഠിച്ചിട്ടില്ലേ? അതായത് ലാംഡ എം വാല്യൂ
അതായത് നമ്മൾ പറയുന്നത് ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താ, ലാംഡ എം 0 എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ലൈറ്റ് ഡയലൂഷൻ. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. പഠിച്ചാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ എങ്ങനെയാണ് ഡയലൂഷൻ ഉണ്ടാവുക, അതായത് ലോവർ കോൺസെൻട്രേഷനിൽ അയോൺ അയോൺ ഇന്ററാക്ഷൻ കുറയുന്നു, അതുകൊണ്ട് തന്നെ അയോൺസ് എല്ലാം ഫ്രീ ആയി മൂവ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, നമ്മൾ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെന്ന് വെച്ചാൽ നമ്മുടെ അസറ്റിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ലാംഡ വാല്യൂസ് പെട്ടെന്ന് കൂടും ഡയലൂഷൻ അനുസരിച്ച്. എന്താ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്താവും, ഭാഗികമായിട്ട് പാർഷ്യലിയാണ് ഹയർ കോൺസെൻട്രേഷന്, ഭാഗികമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ അപ്പോൾ അയോൺസ് ആവുള്ളൂ. അപ്പോൾ ഡയലൂഷൻ കൂടി 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 വരുന്നത് വിചാരിക്കാം, നമുക്ക് അയണൈസേഷൻ കൂടി 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 വരും. ഓക്കെ, എന്നിട്ട് ഒരു മാക്സിമത്തിലെത്തും ലാംഡ എം വാല്യൂ ഒരു ഷാർപ്പ് റൈസ് ചെയ്യും സഡൻ ആയിട്ട്. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് ഡയലൂഷൻ എങ്ങനെ ഉണ്ടാവും ചോദിച്ചാൽ ഇത് മുഴുവനായിട്ട് എന്തുണ്ടാവും, അയണൈസ് ആയി മാറും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ററാക്ഷൻ വളരെ കുറയും, അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കും. അപ്പോൾ അയണൈസേഷൻ പെട്ടെന്ന് തന്നെ അയോണുകളായിട്ട് മാറും. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് ചോദ്യങ്ങൾ, രണ്ടാമത്തെ ചോദ്യത്തിൽ രണ്ട് സെക്ഷൻസ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിൽ നോക്കാം, നമുക്ക് രണ്ട് സെക്ഷൻ എന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം, the law that has to determine limiting molar conductivity of electrolytes. പഠിച്ചിട്ടുണ്ട് നമ്മളത്, കൊളറാഷ് ലോ അല്ലെ, കൊളറാഷ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താ കൊളറാഷ് ലോ പറയുന്നത്, എന്താ കൊളറാഷ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് ഡയലൂഷനിൽ ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് ഓരോ കാറ്റിയോന്റെയും ആനിയോന്റെയും എത്ര കാറ്റിയോൺ ഉണ്ട് എത്ര ആനിയോൺ ഉണ്ട് അവ തമ്മിൽ കൂടി കൂട്ടുക. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അറിയാം ലാംഡ എം 0 ഈക്വൽ ടു എന്തെഴുതാം, ലാംഡ പ്ലസ് അല്ലെ, കാറ്റിയോന്റെയും ആനിയോന്റെയും നമുക്കറിയാത് അല്ലെ, ലാംഡ 0 പ്ലസ് ലാംഡ 0 മൈനസ് അല്ലെ, കാറ്റിയോന്റെയും മോളാർ കണ്ടക്ടിവിറ്റി അതേപോലെ തന്നെ ആനിയോന്റെയും മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടും ലാംഡ എം 0 അഥവാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. ഓക്കെ, മനസ്സിലായി. ഇതൊക്കെ അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, അതായത് ആൽഫ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ, അത് വീക്ക് ആസിഡ്സിന്റെയും ബേസുകളുടെയും ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ കൊളറാഷ് ലോവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, എല്ലാവരും നിർബന്ധമായി പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ കിടക്കാം. വാട്ട് ഇസ് മെൻ ബൈ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ? എന്താണ് ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്? അതായത് ഇനി നമുക്ക് അറിയാം എങ്ങനെയാണ് ഒരു റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ പകുതിയായിട്ട് മാറുക, അതിന് എത്ര സമയം വേണ്ടി വരും, അതാണ് ഹാഫ് ലൈഫ്. അതായത് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഇസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റ് ടു ഡിക്രീസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, ഇത് കെമിക്കൽ കൈനറ്റിക്സിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഡർ ഓഫ് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പൊ നമുക്ക് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. A first order reaction is found to have a rate constant k. തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് എത്രയാ? k equal to എത്രയാ തന്നിരിക്കുന്നത്? 5.5 into 10 raised to minus 14 അല്ലേ. ഇനി ഹാഫ് ലൈഫ് ടി ഹാഫ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ടി ഹാഫ് ഈക്വൽ ടു എന്തായാലും നമുക്ക് 0.693 k. വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ആ കാൽക്കുലേഷൻസ് മാത്രം നോക്കിയാൽ മതി. 0.693 എന്ത് ചെയ്യുക, 5.5 into 10 raised to minus 14. That's equal to നമുക്ക് കാൽക്കുലേഷൻ നടത്താം 0.126 into 10 raised to 14 minus 10 raised to minus 14 മുകളിലേക്ക് വരുമ്പോൾ 10 raised to 14 ആയി മാറും. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചേർത്താക്കി എഴുതാം 1.26 into 10 raised to 13. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്തറിയോ, ഈ സെക്കൻഡ്സിനെ ഇയേഴ്സ് ആക്കി മാറ്റാൻ എങ്ങനെ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ്സിനെ ഇയേഴ്സ് ആക്കി മാറ്റാൻ എന്താ ചെയ്യുക? വളരെ എളുപ്പമാണ്. അതായത് ഒരു ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 3 ഇയർ എന്ന് പറയാം. നോക്കുക, ഒരു ഇയറിലേക്ക് മാറ്റാം. നമുക്ക് എന്ത് ചെയ്യാം, 60 into 60 into 24 into 365 അറിയാലോ നമുക്ക്. 60 നോക്കുക, സെക്കൻഡ്സ് മിനിറ്റായി, മണിക്കൂറായി, ദിവസമായി, ഒരു വർഷമായി. ഓക്കെ അല്ലെ, 60 into 60 into 24 into 365. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം 31,536 6 seconds അല്ലേ. അതായത് നോക്കുക, ക്രോസ് ആയി, 3 cross 15 lakhs 36,000 seconds ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നേരെ എളുപ്പത്തിൽ ചെയ്യാം. ടി ഹാഫ് നമുക്ക് കാണിച്ചാൽ എങ്ങനെ എഴുതാം? ടി ഹാഫ് ഈക്വൽ ടു എന്തെഴുതാം, 1.26 into 10 raised to 13 divided by ഈ വാല്യൂ. ഇത് നമുക്ക് ചെറുതാക്കി എഴുതുമ്പോൾ എന്തെഴുതാം, 3.1536 into
10⁻⁷ നോക്കുക 1 2 3 4 5 6 7. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയോ 399,543 years എന്ന് കിട്ടും. വേണിച്ച നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കിയിട്ട് വേണിച്ച നമുക്ക് ഇങ്ങനെ എഴുതാം 4 × 10⁵ ഇത് 4 ആക്കി എഴുതി ആ 3 years എഴുതാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Some transition metal ions are given below in the box below. Choose the ion which are colored. നമുക്കറിയാം കളർ ഉണ്ടാവണമെങ്കിൽ എന്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം, വേണ്ടേ? നമുക്ക് സ്കാൻഡിയം തന്നിട്ടുണ്ട്. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 അറിയാലോ നമുക്ക്. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, ആർഗൺ 3d1 4s2. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, Sc3+. Sc3+ ആകുമ്പോൾ അങ്ങനെ എഴുതാം 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, 2 എടുത്ത് പോയി 1 എടുത്ത് പോയി. ആർഗൺ 3d0. ഇതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇത് കളർലെസ് അല്ലേ? ചോദിച്ചാ കളയടാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കളർലെസ്സാ. അടുത്ത ക്വസ്റ്റ്യൻ ടൈറ്റാനിയം അല്ലേ? ടൈറ്റാനിയം നമുക്ക് ചെയ്ത് നോക്കാം. ടൈറ്റാനിയം Ti. ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ സ്കാൻഡിയം ടൈറ്റാനിയം തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അത് ആർഗൺ 3d2 ഇവിടെ ടൈറ്റാനിയം 4+ തന്നിട്ടുണ്ട്, ടൈറ്റാനിയം 3+ തന്നിട്ടുണ്ട്. അടുത്തടുത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. രണ്ട് പോലെ രക്ഷപ്പെട്ടു അല്ലേ? ഓക്കെ, നോക്കുക 2 4 പോയി എന്താവും, ആർഗൺ 3d0. ഇവിടെയോ ആർഗൺ 3d1. അതായത് ആർഗൺ 3d1 വന്നെന്താ നമുക്ക് വരയ്ക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാം കണ്ടോ. ആർഗൺ 3d1 5 ഓർബിറ്റൽ അല്ലേ? ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്തുണ്ടാവും, അപ്പൊ എന്ത് കാണിക്കും, എന്താണ്, ഇറ്റ് എക്സ്പ്രസ് ഡി ട്രാൻസിഷൻ. സോ അതുകൊണ്ട് തന്നെ അവർ കളേർഡ് കോമ്പൗണ്ട് ആയിരിക്കും അല്ലേ? അപ്പൊ Ti ടൈറ്റാനിയം 3+ അയോൺസ് കളേർഡ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട് അല്ലേ? 4ാമത്തെ Cr3+ അല്ലേ? Cr3+ നമുക്ക് നോക്കിയേക്കാം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര, 24 അറിയാലോ. അപ്പൊ നമ്മൾ എന്ത് എഴുതി, ഇവിടെ നോക്കാം ആർഗൺ 3d5 പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്രോമിയത്തിന് എത്ര, Cr3+ അല്ലേ? Cr3+. അപ്പൊ നമുക്ക് Cr3+ തന്നു. നോക്കിയേ, ഒരെണ്ണം എടുത്ത് പോയി 2 എടുത്ത് പോയി. അപ്പൊ എന്തായി, ആർഗൺ 3d3 ഓർബിറ്റിൽ വെച്ചപ്പോഴോ 2 3 4 5 1 2 3. The presence of unpaired electrons, it exhibits d transition. അതുകൊണ്ട് തന്നെ പറയാം കളേർഡ് കോമ്പൗണ്ട് ആര്, Cr3+. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ട് അയോണുകൾ എന്തുണ്ട്, കളേർഡ് ആണെന്നും ബാക്കിയൊക്കെ കളർലെസ് ആണെന്നും മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ? നമുക്കറിയാം ലന്താനം മുതൽ ലുട്ടീഷ്യം വരെ കാണപ്പെടുന്ന എലമെന്റ്. നമുക്ക് എളുപ്പത്തിൽ വരെ ലാലു എന്നൊക്കെ പറയും. ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെന്റ്സ് ആണ് എന്ത്, ലാന്തനോയിഡ് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവും അറിയാം, സ്വാഭാവികമായിട്ട് നമുക്കറിയാം അറ്റോമിക് നമ്പർ ഇങ്ങനെ കൂടി വരും. അപ്പൊ സൈസ് കുറയും. ആ പ്രോസസ്, ആ ഫിനോമിനെ വിളിച്ച പേരാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പൊ നമ്മൾ പറയും എന്ത് പറയാം, ഇൻ എ ലാന്തനോയിഡ് സീരീസ് എ സ്റ്റഡി ഡിക്രീസ് ഇൻ അറ്റോമിക് സൈസ് വൈൽ ദ അറ്റോമിക് നമ്പർ ഇൻക്രീസസ്. ദാറ്റ് ഇസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇടത്തു നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോൾ എലോങ് ദ പീരീഡിലൂടെ പോകുമ്പോൾ അറ്റോമിക് നമ്പർ ഓട്ടോമാറ്റിക് അങ്ങനെ കൂടി വരും. നമുക്കറിയാം അറ്റോമിക് നമ്പർ കൂടുമ്പോൾ സൈസിന് കുറയണം. അപ്പൊ നമുക്ക് പറയും ഇൻ എ ലാന്തനോയിഡ് സീരീസ് എ സ്റ്റഡി ഡിക്രീസ് ഇൻ അറ്റോമിക് സൈസ് while the atomic number increases. That is ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. DNF ബ്ലോക്കിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പരീക്ഷയുണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യം ഉണ്ടാവും. ദെൻ ഇതിൽ ചോദിച്ചിട്ട് അടുത്ത ചോദ്യം, വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? സാധാരണ ഇതിന്റെ ഇടയിൽ വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ് അതിന്റെ കോസ്, കാരണം. ആ ആൻസർ കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്താ കാരണം, എന്തായിരിക്കും? അതായത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ കാരണം എന്തായിരിക്കും? The poor shielding effect of d electrons. അതാണ് അതിന്റെ കാരണം, poor shielding effect of d electrons. ഇനി what are the consequences? നമുക്കറിയാം ഈ 3D 4D 5D ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ സൈസ് ഒക്കെ ഒരേപോലെയാണ്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? ഏകദേശം ഒരേപോലത്തെ അറ്റോമിക് റേഡിയസ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടി ഒക്കെ ഒരേപോലെ ഉണ്ടാവുക. ഇത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു കോൺസിക്വൻസസ് ആണ്. ഇനി അതേപോലെ തന്നെ അവിടെ ഡെൻസിറ്റിയും ഹാർഡ്നെസ് ഒക്കെ എങ്ങനെ കൂടുന്ന കാര്യമാണ് അടുത്തൊരു കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ലാന്തനോയിഡ്സ് സാധനം ആഫ്നിയം ടെൻഡാലും അതുപോലെ തന്നെ ഒക്കെ ആകുമ്പോൾ വളരെ ഡെൻസറാണ്. മനസ്സിലായോ? ടങ്സ്റ്റനൊക്കെ
അപ്പോൾ അത് ഭയങ്കര ഹാർഡാണ്, കാരണം സൈസ് വളരെ ചെറുതാണ്. എല്ലാത്തിനും സൈസ് ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ അത് ചെറിയ രീതിയിൽ അതിൽ സ്മാൾ ബട്ട് സ്റ്റഡി ഡിക്രീസ് ഇൻ ബേസിസിറ്റി ഓഫ് ലാന്തനോയിഡ്സ്. അതായത് നമുക്കറിയാം ലാന്തനോയിഡ് അയോൺസ് എല്ലാം സൈസിന് കൂടുന്ന സമയത്ത് അവിടെ എബിലിറ്റി, ഇലക്ട്രോണുകളെ കൊടുക്കാനുള്ള ഡൊണേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറഞ്ഞു വരികയും അവ എന്തുണ്ടാവും അറിയോ, അവ Lu3+, ലുട്ടീഷ്യത്തിന്റെ 3+ അയോണിനേക്കാളും ബേസിക് ക്യാരക്ടർ കുറവായിരിക്കും La3+. അതായത് ലൻദാനം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് ബേസിസിറ്റി എന്ന് പറയുന്ന സാധനം കുറഞ്ഞു വരും. ഓക്കെ അല്ലേ? അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെയിൻ പോയിന്റ്സ് മാത്രം എക്സാമിന് എഴുതിയാൽ മതി, അല്ലാതെ നിരത്തി എഴുതേണ്ട ആവശ്യമില്ല. വാട്ട് ആർ ദ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 നമ്പർ ഇട്ട് എഴുതുക. പിന്നെ സെപ്പറേഷൻ ഓഫ് ലാന്തനോയിഡ്സ് ഇസ് വെരി ഡിഫിക്കൽട്ട്, കാരണം എല്ലാത്തിനും സൈസ് ഒരേപോലെ സൈസ് ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും അറിയോ, അവയെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും വരുന്ന ചോദ്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ദെൻ അടുത്ത ചോദ്യം, ഈ ചോദ്യം പലപ്പോഴും എൻട്രൻസ് എക്സാമിനേഷൻ കൂടി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഡ്രോ ദ ഹൈബ്രിഡൈസേഷൻ സ്കീം ഓഫ്. ഓക്കെ, അത് മാത്രം കണ്ടുപിടിച്ച പോലെ മാൻഡ് ബിഹേവിയർ ഉണ്ട്. അതായത് വിവിധ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ചെയ്യണം. നമുക്ക് കോമ്പൗണ്ട് പേര് എഴുതിയെടുക്കാം. CONS3 all 6 3+. ഓക്കെ അല്ലേ എല്ലാവർക്കും? ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കാം എല്ലാവർക്കും. കൊബാൾട്ടിന്റെ X എന്ന് വിചാരിച്ചു. അമോണിയ എനിക്കറിയാം, അമോണിയയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. 0 × 6 = +3. സ്വാഭാവികമായിട്ടും എന്താണ് X = +3 എന്ന് കിട്ടിയില്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. X = +3. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ അടുത്ത എഴുതാൻ കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 27 ആണ്. നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d7 4s2. നമുക്കറിയാം നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട് +3. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, CO3+ എന്ന് എഴുതാം അല്ലെ? ഈ 2 ഇലക്ട്രോൺ ഇവിടുന്ന് പോയി, 1 ഇലക്ട്രോൺ ഇവിടുന്ന് പോയി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ആർഗൺ 3d6 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഇവിടെ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കണം. നോക്കാം, അടുത്ത ഇവിടെ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കണം. നോക്കാം, കോബാൾട്ടിന്റെ CO3+ന്റെ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കാൻ പോകണ്ട. നോക്കാം, ഞാൻ വരച്ചു. 1 2 3 4, അത് 5 ഓർബിറ്റൽ ഉണ്ട് നമുക്കറിയാം. നോക്കാം, ഇവിടെ എത്ര ഇലക്ട്രോണാ, 3d6 അല്ലേ? അപ്പൊ നോക്കാം, ഫില്ല് ചെയ്യാൻ നോക്കാം. നമുക്ക് 1 2 3 4 5 6 ഫില്ല് ചെയ്തില്ലേ? നോക്കാം, ഇനി ഞാൻ നോക്കേണ്ടത് ഇതിനെ ലിഗാൻഡിലേക്കാണ്. ലിഗാൻഡ് ഏത് തരത്തിലുള്ള ലിഗാൻഡാണ് നോക്കാം. ലിഗാൻഡ് അമോണിയയാണ്. അമോണിയ സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ? അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. തന്നിരിക്കുന്ന ലിഗാൻഡ് മോണോഡെൻഡേറ്റ് ആണെന്ന് നോക്കുക. മോണോഡെൻഡേറ്റുകൾ കുറെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ബൈഡെൻഡേറ്റ് പഠിച്ചാൽ മതി. അപ്പോൾ ബാക്കിയൊക്കെ മോണോഡെൻഡേറ്റാ. അപ്പൊ നോക്കുക, തന്നിരിക്കുന്ന ലിഗാൻഡ് മോണോഡെൻഡേറ്റ് ആണ് നോക്കുക. അതില് കാർബണോ നൈട്രജനോ ഉണ്ടോ നോക്കുക. ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ആൻഡ് നൈട്രജൻ, ചിലപ്പോൾ കാർബൺ നൈട്രജനും ഉണ്ടാവും, സൈനോ ഗ്രൂപ്പ് ഉണ്ട്. അത് സ്ട്രോങ് ലിഗാൻഡ് ആണ്. അവ പെയർ ചെയ്യും, ജോഡികളായി മാറും. ഇറ്റ് ക്യാൻ പെയർ അപ്പ്. അപ്പൊ നോക്കി ഞാൻ എന്താ വരച്ചു. നോക്കുക, 1 2 3 4. നോക്കുക, അത് വരച്ചു കണ്ടോ? യെസ്, ഇവയെല്ലാം ജോഡികളായി മാറി. ഇതിനോടൊപ്പം തന്നെ ഞാൻ എന്താ 4s ഉം 4p കൂടി വരയ്ക്കണം. ഓക്കെ, അത് എന്തിനാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് റെഡി, വരച്ചു. ഇനി ഞാൻ നോക്കി നേരെ ലിഗാൻഡിലേക്ക് നോക്കിട്ടാ. ലിഗാൻഡ് അമോണിയ ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് 1 ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. ഇവിടെ എത്ര ലിഗാൻഡ് ഉണ്ട്? 6 അല്ലേ? അപ്പൊ ഒരെണ്ണത്തിന് ഒരു ലിഗാൻഡ്, ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് 1 ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. ഇവിടെ 6 അമോണിയ ഉണ്ടല്ലോ. അപ്പൊ 6 അമോണിയ എന്താവും, 6 ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അത് സ്പേസ് വേണ്ട നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ. 1 2 3 4 5 6. നോക്കാം, ഈ 6 എണ്ണം ചേർത്ത് വരച്ചു കേട്ടോ. ഈ 6 ചേർത്ത് വെച്ച് നോക്കിയേ. ഇതിൽ ഡിയിൽ 2, എസിൽ 1, പിയിൽ 3. അതാണ് നമുക്ക് കിട്ടി D2sp3 ഹൈബ്രിഡൈസേഷൻ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് കിട്ടുന്നത്. ദെൻ ഞാനിത് ചേർത്ത് വരയ്ക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. നോക്കുക, 1 2 3. ഓക്കെ, അപ്പൊ ഇത് നിറഞ്ഞു. ബാക്കിയുള്ള 6 ചേർത്ത് കഴിക്കാട്ടോ. നോക്കുക, 1 2 3 4 5 6. നോക്കാം, ഈ 6 ഇലക്ട്രോൺ എന്നറിയും. 1 2 3 4 5 6. അതായത് നോക്കാം, 6 ഇലക്ട്രോൺ പെയർസ് കമ്മിങ് ഫ്രം 6 അമോണിയ മോളിക്യൂൾ എന്ന് വൃത്തിയിൽ ഇവിടെ എഴുതുക. എന്താ, 6 ഇലക്ട്രോൺ പെയർസ് കമ്മിങ് ഫ്രം എവിടുന്ന് വരുന്നു? 6 അമോണിയ മോളിക്യൂൾ. കേട്ടോ, നേരത്തെ പറഞ്ഞില്ലേ അമോണിയ ആണ് കൊടുക്കുന്നത്. ഓക്കെ, റെഡി. ഇനി നോക്കാം, ഇനിയാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നത്. N = നോക്കാം, ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ?
n equal to 0, n equal to 0 വെച്ചാൽ ഇത് എന്ത് നാച്ചർ ആയിരിക്കും? ഇവ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. In the presence of unpaired electrons, they exhibit paramagnetism. In the absence of unpaired electrons, it exhibits diamagnetism. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് ഡയാമാഗ്നറ്റിക് നാച്ചർ കാണിക്കുന്നവയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് n into n plus 2 bm. 0 അല്ലേ? ഉത്തരം എന്തായിരിക്കും? 0 bm. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീണ്ടും എഴുതിയെടുക്കണം, എഴുതിയെടുത്ത് നോക്കണം. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കല്ലേ നമുക്ക്? യെസ്. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ മറ്റൊരു ചോദ്യമാണ് റൈറ്റ് ദ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നോക്കാം, ഞാൻ ആദ്യം തന്നിരിക്കുന്ന ഇങ്ങനെ തരുമ്പോ നമ്മൾ തന്നിരിക്കുന്നൊക്കെ ഒന്ന് എഴുതി വെക്കുക. പെന്റാമൈൻ NH3 5. ഓക്കെ, അവിടെ വന്നു. കൊബാൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആരുണ്ട്? ക്ലോറിൻ, ക്ലോറിഡോ. അപ്പൊ ഒരൊറ്റ ക്ലോറിനേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട് 3. ക്ലോറൈഡ് തന്നിട്ട്, അപ്പൊ ഇത് ബ്രാക്കറ്റ് ഇട്ട് ക്ലോറൈഡ് ആയതുകൊണ്ട് പുറത്ത് ക്ലോറൈഡ്. ഇനി എത്ര ക്ലോറിൻ ഉണ്ട് നമുക്ക് അറിയണം. നോക്കാം, ഇവിടെ അമോണിയുടെ 0 ആണ്, ക്ലോറിൻ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഇവിടെ 3 വരുന്നുണ്ട്. ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അപ്പൊ ഇപ്പൊ പുറത്തായിരിക്കും 2 ആയിരിക്കും. -2 -1 കൂടി കൂട്ടുമ്പോൾ -3. ഈക്വൽ അപ്പുറത്ത് ചെയ്യുമ്പോൾ +3. ദെൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത്തെ ചോദ്യം പൊട്ടാസ്യം ഹെക്സാസൈനൈഡോ ഫെറൈറ്റ്. സൈനൈഡോ ഫെറൈറ്റ്. ഓക്കെ, അപ്പൊ അതെന്തായിരിക്കും? കോംപ്ലക്സ് കാറ്റിയോൺ ആവോ കോംപ്ലക്സ് ആനിയോൺ ആവോ? ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും? റെഡി? അപ്പൊ നോക്കാം, പൊട്ടാസ്യം ഹെക്സാസൈനോ CN6, പൊട്ടാസ്യം K, അയൺ എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +3. അയണിന്റെ നോക്കാം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണ്ടേ? നോക്കുക, പൊട്ടാസ്യം എത്രയ്ക്കപ്പോ നമുക്ക് പൊട്ടാസ്യം ഹെക്സാസൈനോഫെറേറ്റ് അയണായി പൊട്ടാസ്യം. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 നമുക്കറിയാം. സൈനൈഡിന്റെ -1 -1 into 6 -6 അല്ലേ? അപ്പൊ അത് 3 ആക്കി മാറ്റുന്ന ഒരു 3 കൂടി ഇവിടെ വരണം വേണ്ടേ? അപ്പൊ ഈ ഉള്ളിൽ എഴുതാം FeK2CN6. നോക്കാം, ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് എളുപ്പത്തിൽ എഴുതുക. നിങ്ങൾ കുറച്ച് ലോജിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. കുറെ ഇങ്ങനെ പരത്തി എഴുതി കണ്ടുപിടിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ എബോവ് ഈസ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. അപ്പൊ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിയണ്ടേ? ഒരു ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ എന്താണ് സെൻട്രൽ ആറ്റം 2 അതിലധികമോ ലിഗാൻഡ് വ്യത്യസ്ത തരത്തിലുള്ള ലിഗാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്താൽ നമുക്ക് എന്താ പറയാം? അതൊരു ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ആണെന്ന്. അപ്പൊ നോക്കാം, ഇതിലേതാ? ഇതല്ലേ അമോണിയ ക്ലോറൈഡ്. ഇത് ആകെ സൈനൈഡ് മാത്രമേ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ട് എന്താ ഉത്തരം എന്തായിരിക്കും? ഒന്നാമത്തെയാണ് ഉത്തരം അല്ലേ? യെസ്, ഫസ്റ്റ് കോമ്പൗണ്ട്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ശ്രദ്ധിക്കാം, ഐഡന്റിഫൈ ദി പ്രൊഡക്ട്സ് P and Q in the following reaction. നോക്കാം, നമുക്ക് ഫീനോൾ എടുത്തു. ഫീനോൾ ഡയലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക. സാധാരണ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട് ആൽക്കഹോളില് ഫീനോള് ഡയലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പുകൾ കിട്ടും. കണ്ടോ? നൈട്രിക് ആസിഡില് നൈട്രോ ഗ്രൂപ്പ് പുറത്തേക്ക് വന്നു. ദെൻ ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ, 2 പ്രൊഡക്റ്റ് കിട്ടിയില്ലേ? ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും. ഇനി എന്നാൽ ഡൈലൂട്ട് നോക്കുക, കോൺസെൻട്രേറ്റഡ് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്തെങ്കിലോ? ആലോചിക്കുക, കോൺസെൻട്രേറ്റഡ് ആസിഡ് ആയിട്ടാണോ റിയാക്ട് ചെയ്തതെങ്കിൽ എന്തുണ്ടായിരിക്കുക? അപ്പോ നോക്കാം, കോൺസെൻട്രേറ്റഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നോക്കുക, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ നോക്കുക, എല്ലാ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ് വരും. 2,4,6 ട്രൈനൈട്രോഫീനോൾ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. എന്താ? ദാറ്റ് ഈസ് പിക്രിക് ആസിഡ്. കേട്ടിട്ടുണ്ടാവും എല്ലാരും അല്ലെ? പിക്രിക് ആസിഡ്. ഓക്കെ അല്ലേ? യെസ്. ഓർഗാനിക് കോമ്പൗണ്ടിലെ അടുത്ത കോംപ്ലക്സ് ക്വസ്റ്റ്യൻ വന്നു. An organic compound A reacts with CrO2Cl2. കേട്ടിട്ടുണ്ടാവും എല്ലാരും. എന്താ? PCC അല്ലേ? ആരുടെ പ്രസൻസില? കാർബൺ സൾഫൈഡ് CS2 റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്താണ്ടാവും നോക്കാം. നമുക്ക് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കാണുമ്പോൾ വലുതാന്ന് തോന്നും. Followed by acidification gives benzaldehyde as a product. Identify the compound A and also the name reaction. ഓക്കെ, ഈ നെയിം റിയാക്ഷൻ നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല എന്നല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു റിയാക്ഷൻ അല്ല. സാധാരണ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് പഠിക്കാൻ പറയുന്ന ചോദ്യമല്ല. നോക്കാം, A on reaction with നമുക്കറിയാം CrO2Cl2 അല്ലെ? pyridinium chlorochromate in the presence of carbon disulfide CS2. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയോ?
ഇത് നമുക്കറിയാം ഇറ്റ്സ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ദാറ്റ് മീൻസ് ഇത് ഓക്സിജനെ കൊടുക്കുന്നതാണ്. അപ്പോ നമുക്ക് എന്ത് കിട്ടി? ബെൻസാൾഡിഹൈഡ് ആ കിട്ടിയത് അല്ലെ? ബെൻസാൾഡിഹൈഡ് അല്ലേ? ബെൻസാൾഡിഹൈഡ് കിട്ടിയ എന്തായിരിക്കും ബെൻസാൾഡിഹൈഡ് കിട്ടണെന്ന് എന്താ ബെൻസാൾഡിഹൈഡ് കിട്ടണമെങ്കിൽ നമുക്കറിയാം റിയാക്ട് ചെയ്തത് ആരുമായിട്ടായിരിക്കും? ഒരു ടൊളുവിനായിരിക്കും. ടൊളുവിനെ അല്ലേ? നമുക്ക് ആ ടൊളുവിന് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബെൻസാൾഡിഹൈഡ് ആയി മാറും അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ആ ബെൻസാൾഡിഹൈഡ് നോക്കും. നമ്മള് അടുത്ത ചോദ്യം നോക്കാം. എയിലേക്ക്, അതായത് ഇതൊരു മൈൽഡ് ഓക്സിഡേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ബെൻസാൾഡിഹൈഡ് കിട്ടുന്നത്. ടൊളുവിന് ഒരു മൈൽഡ് ഓക്സിജൻ ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും? അത് നമുക്ക് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് when the above organic compound A undergoes side chain oxidation with acidic potassium permanganate? അല്ലേ? നമ്മൾ ഒരു കാര്യം കൂടി അതിൽ പറയാൻ മറന്നു. എന്താ റിയാക്ഷന്റെ പേര് പറയാൻ മറന്നു നമ്മള്. എന്താ റിയാക്ഷന്റെ പേര്? പറയാം. വോൾഫ് ലോഫ്ലർ ഫ്രേറ്റാഗ് റിയാക്ഷൻ. കടിച്ച പൊട്ടാത്ത പേരല്ലേ? ഇങ്ങനെ ഓരോ ആൾക്കാർ പേര് കണ്ടുപിടിച്ച നമുക്കുള്ള ബുദ്ധിമുട്ടത് അല്ലേ? അതായത് വോൾഫ് ലോഫ്ലർ ഫ്രേറ്റാഗ് റിയാക്ഷൻ. ഓക്കെ, ഇങ്ങനെ റിയാക്ഷൻ ഒക്കെ സാധനം കണ്ടിട്ടുണ്ടായില്ല. അതാണ് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ കുട്ടികളെ കുടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ആയിട്ട് വന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് when the above organic compound A ടൊളുവിൻ, ആ ടൊളുവിനിലേക്ക് എന്തുണ്ടായി? സൈഡ് ചെയിൻ റിയാക്ഷൻ, സൈഡ് ചെയിൻ ഓക്സിഡേഷൻ. നമുക്കറിയാം ടൊളുവിനിലേക്ക് സൈഡ് ചെയിൻ ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാ? ദാറ്റ് ഈസ് ആൻ ആസിഡ്. കുറച്ച് ഓക്സിജൻ കിട്ടിയാൽ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. കൂടുതൽ ചെന്നിടാവും അതൊരു ആസിഡായി മാറും അല്ലേ? നമുക്ക് ബെൻസോയിക് ആസിഡ് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഡിസ്ക്രൈബ് ഹെയ്സൻബർഗ് ടെസ്റ്റ് ടു പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി അമൈൻസ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ, പരീക്ഷ ഉണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ, നമ്മുടെ അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സിലബസ് കട്ട് ചെയ്യാത്തടത്തോളം കാലം ഈ ചോദ്യം എപ്പോഴും ഉണ്ടാകും. അപ്പൊ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ഒക്കെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയാം. എന്താണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്? നമുക്ക് അത് ഹിൻസ്ബർഗ് റിയേജന്റ് എന്താണെന്ന് അറിയണ്ടേ? എന്താ ഹിൻസ്ബർഗ് റിയേജന്റ്? C6H5 SO2Cl. ഇതാണ് ഹിൻസ്ബർഗ് റിയേജന്റ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അല്ലെ? പേരെന്താ? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അറിയാലോ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? നമുക്ക് ആദ്യം പ്രൈമറി അറിയണം. ഞാനൊരു പ്രൈമറി അമൈൻ എഴുതി, C2H5NH2 എത്തൻ അമൈൻ എഴുതി. ഇറ്റ്സ് എ പ്രൈമറി അമൈൻ. ഇതിലേക്ക് ഞാൻ ഹിൻസ്ബർഗ് റിയേജന്റ് ട്രീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാട്ടാ, ClSO2C6H5. NH2 ഞാൻ മാറ്റി NHH ഇതാക്കി. ഈ H Cl കൂടി കമ്പൈൻ ചെയ്തു. അപ്പൊ നമുക്ക് സോളിഡ് രൂപത്തിലുള്ള കോമ്പൗണ്ട് കിട്ടും. അതാണ് C2H5NH. ഞാൻ കുറച്ച് പിശുക്കി എഴുതുന്നത് കേട്ടോ സ്ഥലം. SO2C6H5. ഇത് സോളിഡ് രൂപത്തിലുള്ള കോമ്പൗണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഇതിലേക്ക് ഒരു ആൽക്കലി, ഇതിന് ഒരു പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ട്രീറ്റ് ചെയ്തു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലയിപ്പിച്ചു. സോളബിൾ ആയി. ഇത് സോളബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടി. കാരണം ഇവിടെ നോക്കിയാൽ KOH, ഇവിടെ Hഉം OH കൂടി കമ്പൈൻ ചെയ്തു, K ഇവിടെ അറ്റാച്ച് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? C2H5N. അവിടുത്തെ HOH കൂടിയിട്ടുള്ള കമ്പൈൻ ചെയ്ത് ആരവിടെ അറ്റാച്ച് ചെയ്തപ്പോ K+N - K+. ഓക്കെ, ഇത് സോളബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് SO2C6H5. ഇത് സോളബിൾ ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പ്രൈമറിയാ അല്ലെ? മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്തു? സെക്കൻഡറി ആ നോക്കണം. അപ്പൊ സെക്കൻഡറി, ടേഴ്സറി നമുക്ക് തിരിച്ചറിയണ്ടേ? ഇത് സെക്കൻഡറി അപ്പൊ നോക്കുക എന്തുണ്ടായി? സെക്കൻഡറി അമൈൻ എന്ത് ചെയ്തു? ഞാൻ സെക്കൻഡറി അമൈനാന്ന് തിരിച്ചറിയാൻ ഇതിൽ എളുപ്പം. വീണ്ടും ഞാൻ എന്ത് ചെയ്തു? ഹിൻസ്ബർഗ് റിയേജന്റ് ട്രീറ്റ് ചെയ്തു. ഹിൻസ്ബർഗ് റിയേജന്റ് ട്രീറ്റ് ചെയ്തപ്പോ എന്താ കിട്ടാൻ നോക്കാം. എല്ലാവരും എന്റെ ഒപ്പം ഒന്ന് എഴുതി നോക്കൂടി വേണം കേട്ടോ. അതായത് C2H5(2)NH. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഹിൻസ്ബർഗ് റിയേജന്റ് ട്രീറ്റ് ചെയ്തു. C6H5SO2Cl. നമുക്ക് അപ്പം തന്നെ അറിയോ? ഇതിൽ നടത്തിയതുപോലെ ഇവിടുത്തെ Hഉം ഈ Cl കൂടി പോവും. HCl പോയി. അങ്ങനെ നാല് തിരിച്ചു എഴുതുമ്പോൾ അങ്ങനെ ഉണ്ടാവും C2H5(2)NSO2 എന്തുണ്ടാവും? C6H5 അല്ലേ? അപ്പൊ ഇത് സോളിഡ് ആണ്, ബട്ട് എന്തുണ്ടാവും? ഇറ്റ് ഈസ് ഇൻസോളബിൾ ഇൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഞാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്തു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ചേർത്തപ്പോൾ എന്തുണ്ടായി അറിയോ? എന്തുണ്ടായി? ഇതൊന്നും ചെയ്തില്ല, ഇത് അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മള്
സാധാരണ ഒലക്കെ പൊഴുങ്ങിയതുപോലെ ഒന്നും ചെയ്തില്ല, അത് അങ്ങനെ തന്നെ റിയാക്ഷൻ. ടേഴ്സറി ആണെങ്കിൽ C2H5 all thrice N. ഇതിലേക്ക് ഞാൻ ഇൻസ്പെർ റിയേജന്റ് ചേർത്തു, C6H5 SO2Cl, അത് അങ്ങനെ തന്നെ ആയിരുന്നു, നോ റിയാക്ഷൻ. അപ്പൊ നമുക്ക് മനസ്സിലാകാം പ്രൈമറിയും സെക്കൻഡറിയും ടേഴ്സറിയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്, ഇത് വീണ്ടും 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 റിവൈൻഡ് ചെയ്ത് കാണണം കേട്ടോ എല്ലാവരും. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് റൈറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് on the basis of their molecular shape by giving suitable example. നമ്മള് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് അല്ലെ. ബയോമോളിക്യൂൾസ് ചാപ്റ്റർ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബയോമോളിക്യൂൾസിലെ പ്രോട്ടീൻസിനെ നമുക്ക് സാധാരണയായിട്ട് പ്രധാനമായി രണ്ടായി തരംതിരിക്കാം. അതിനെ ഫൈബ്രസ് പ്രോട്ടീൻ എന്നും ഗ്ലോബുലർ പ്രോട്ടീൻസ് എന്നും വിളിക്കാം. അവരുടെ മോളിക്കുലർ ഷേപ്പിനനുസരിച്ചിട്ടാവും. ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ നീളം കൂടിയ ത്രെഡ് പോലെ ഒരു ഫൈബർ ഷേപ്പ് ഒക്കെ ആയിരിക്കും. ആ വെള്ളത്തിലിരിക്കുന്നവയല്ല പൊതുവെ. അപ്പോ എന്തിനു വേണ്ടിയിട്ട് അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ അപ്പൊ ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടും സ്ട്രെങ്ത്തും സെൽസിനും ടിഷ്യൂസിനൊക്കെ ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടും സ്ട്രെങ്ത്തും കൊടുക്കുന്നവയാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. കെരാറ്റിൻ, കൊളാജൻ, എലാസ്റ്റിൻ, ഫൈബ്രിൻ തുടങ്ങിയവ. ഓക്കെ, ദെൻ അടുത്ത ഒന്നാണ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ആ ഷേപ്പ് എന്ന് പറയുന്നത് അതായത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറുതായിരിക്കും അല്ലെ, സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ വെള്ളത്തിൽ ലയിക്കുന്നവയാണ് അല്ലെ. അപ്പൊ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടേർഷ്യറി സ്ട്രക്ചർ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് ധാരാളം ഫംഗ്ഷൻസ് ഉണ്ട്. എൻസൈംസിന്റെ കറ്റാലിസിസിനും ട്രാൻസ്പോർട്ടേഷൻ, റെഗുലേഷൻ, അത് ഇമ്മ്യൂൺ ഡിഫൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിളാണ് ഹീമോഗ്ലോബിൻ. അതേപോലെ തന്നെ എൻസൈംസ്, സ്റ്റാർച്ച്, നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോ പിന്നെ നമ്മുടെ ബ്ലഡിൽ പ്ലാസ്മയിൽ അടങ്ങേണ്ട ആൽബുമിൻസ് നമുക്കറിയാം, ഒരു മേജർ പ്രോട്ടീനാണ് ബ്ലഡ് പ്ലാസ്മയിൽ. ഓക്കെ, അപ്പോ ഇത് വലിയ മാർക്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ, നിങ്ങൾ ഇത് എഴുതിയെടുക്കുക തന്നെ വേണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? എന്താണ് കോളിഗേറ്റീവ് നോക്കുക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഈ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഡീറ്റെയിൽ ആയി ഓരോരോ മാർക്ക്. കെമിസ്ട്രി പ്രത്യേകത കുറെ പരത്തി എഴുതുക എന്നുള്ള എല്ലാ പ്രത്യേകത, എഴുതുന്ന നല്ല വൃത്തിയിൽ എഴുതാണ്. ഓക്കെ, ഓരോ പോയിന്റ് എഴുതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചതുപോലെ എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നോക്കാം എന്താണ്. അതായത് നമുക്കറിയാം ഒരു സൊല്യൂഷനിൽ, അതായത് നമ്മൾ എഴുതാം കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അതായത് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, ഒരു സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോ അല്ലാതെ അവന്റെ നാച്ചറോ അവ ഏത് ടൈപ്പ് ഓഫ് സൊല്യൂട്ടാണെന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അതായത് ഒരു സൊല്യൂട്ട്, അതായത് ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ കെമിക്കൽ ഐഡന്റിറ്റി. നമുക്ക് അവരുടെ സ്വഭാവം അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അതൊന്നും നമ്മൾ അതിന് മൈൻഡ് ചെയ്യാറില്ല. അതായത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ അടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മൾ അതിനനുസരിച്ച്, അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 കെൽവിൻ. ഓക്കെ, ദെൻ ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, റെഡി, ശ്രദ്ധിക്കും. ഓക്കെ, ഡെൽറ്റ ടി ബി ഈക്വൽ ടു, അതായത് നമുക്ക് ഓരോന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിലെ ഓരോ പോയിന്റ് നമ്മൾ വായിച്ചു നോക്കാം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 Kelvin when 1.80 of a non-volatile solute is dissolved in 90 grams of benzene. The boiling point is raised to 354.11 Kelvin. Calculate the molar mass of the solute. Kb for benzene is 2.53 Kelvin kilogram mole raised to -1. Okay. Then നമുക്ക് പറയാം the boiling point of benzene is 353.23 Kelvin തന്നിട്ടുണ്ട് അല്ലേ. ദെൻ ഡെൽറ്റ ടി ബി നമുക്ക് അറിയണം, ഇക്വേഷൻസ് അറിയാം. എന്താ ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ, അതായത് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് അല്ലേ. അതേപോലെ തന്നെ നമുക്കറിയാം ഡെൽറ്റ ടി ബി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം ഇൻറ്റു ഐ. എല്ലാവർക്കും അറിയാം എന്താ കെ ബി, എന്താ എം എന്ന് പറഞ്ഞാൽ അബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഫോർ സോൾവെന്റ്. ഓക്കെ, ഇവിടെ അടുത്തത് ബെൻസീനാണ്.
എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊളാലിറ്റി, സ്മോൾ ലെറ്റർ എം ആണ്. ഐ എന്ന് പറയാൻ നമുക്കറിയാം വാൻ ഹോഫ് ഫാക്ടർ ആണ് അല്ലേ. അപ്പൊ ഞാനിത് ഓരോന്നായി കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഡെൽറ്റ ടി ബി ഈക്വൽ ടു മറ്റൊരു ഇക്വേഷൻ എന്താ, ടി ഫൈനൽ മൈനസ് ടി ഇനീഷ്യൽ. അറിയാം നമുക്ക് എത്ര വാല്യൂസ് തന്നിരിക്കുന്നത്, എത്ര 354.11 minus 353.23, that's equal to 0.88 Kelvin. അപ്പോൾ ഡെൽറ്റ ടി ബി കിട്ടി. ഇനി നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കണം, സ്മോൾ ലെറ്റർ എം അല്ലേ, മൊളാലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സൊല്യൂട്ട് എന്താ, നോൺ വോളറ്റൈലാ, അപ്പൊ ഐ എന്തായിരിക്കും, 1 ആയിരിക്കും. നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് ഐ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ മൊളാലിറ്റി എം ഈക്വൽ ടു ഡെൽറ്റ ടി ബി ബൈ കെ ബി. ഇപ്പൊ ഡെൽറ്റ ടി ബി എത്രയാ, നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ, എത്രയാ 0.88. കെ ബി എത്രയാ, പ്രോഡക്റ്റ് നോക്കിയാ കെ ബി എത്രയാ വരിക, കെ ബി വന്നിട്ടുണ്ട് എത്രയാ 2.53. പെൻസിന്റെ 2.53 ഓക്കെ അല്ലേ, 2.53. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.348 കിട്ടും. ഓക്കെ, 0.348 കിട്ടും. ക്ലിയർ അല്ലേ. ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യാൻ കണ്ടത് അറിയോ, നമുക്ക് ഈ സൊല്യൂട്ട്, ദ മോൾസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ദ മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും, കാൽക്കുലേറ്റ് ദ മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം നമുക്ക് എങ്ങനെയാ. എം ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് divided by mass of solvent. അപ്പൊ നമുക്കറിയാം ഇവിടെ 90 ഗ്രാം ബെൻസിൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മാസ് ഓഫ് ഇത് 90 ഗ്രാമാ, ഇത് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ 90/1000. ദാറ്റ്സ് ഈക്വൽ ടു 0.09 കിലോഗ്രാം കിട്ടി. ഇനി മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, മോൾസ് ഓഫ് സൊല്യൂട്ട് നോക്കുക, മോൾസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു മൊളാലിറ്റി ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ് അല്ലെ, സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു എന്താ മൊളാലിറ്റി എത്രയാ 0.348 ഇൻറ്റു 0.090, ദാറ്റ്സ് ഈക്വൽ ടു 0.03132 മോൾ. ഓക്കെ, അപ്പോ എനിക്ക് കണ്ടുപിടിക്കണം, കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. എങ്ങനെയാ, നമുക്കറിയാം മാസ് ഓഫ് ദ സൊല്യൂട്ട് equal to 1.80 gram. Molar mass M equal to നമുക്ക് എഴുതാം mass of the solute divided by moles of the solute അല്ലേ. ഓക്കെ, അപ്പൊ നോക്കാം നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു. ദാറ്റ്സ് ഈക്വൽ ടു 1.80 divided by 0.03132 equal to 57.45 gram per mole. ക്ലിയർ അല്ലേ എല്ലാവർക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 20th ക്വസ്റ്റ്യൻ നോക്കുക, സ്കെച്ച് ദ ഡയഗ്രാം ഓഫ് S2O2 ഫ്യൂവൽ സെൽ. നമുക്കറിയാം S2O2 ഫ്യൂവൽ സെൽ. നമ്മളിത് ഏത് ചാപ്റ്ററിലാ, തേർഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. തേർഡ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. സ്കെച്ച് ദ ഡയഗ്രാം ഓഫ് S2O2. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വലിയ ഗംഭീരമായി നല്ല ഭംഗിയിലെ ചിത്രം വരയ്ക്കണം കേട്ടോ എല്ലാവരും. നമുക്ക് ഞാൻ വരയ്ക്കുമ്പോൾ എത്തോട്ട് ഭംഗിയിലെന്ന് അറിയില്ല. ഓക്കെ റെഡി, വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഞാൻ 2 ഇലക്ട്രോഡ് വരച്ചു, ആനോഡ് വരച്ചു. ആനോഡ് വളഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ മക്കളെ. ആനോഡ് വരച്ചു, കാഥോഡ് വരച്ചു. ഓക്കെ, ആനോഡായി, കാഥോഡായി. ഉണ്ടെന്ന് കാണിക്കണ്ടേ, നമുക്ക് സാധനം പുറത്ത് ഇലക്ട്രോഡ് ഉണ്ട് കാണിക്കാൻ വേണ്ടി കണ്ടോ. യെസ്, ഇലക്ട്രോഡ് ഇങ്ങനെ അസംബ്ലി ചെയ്തിരിക്കുന്നില്ലേ, എടുക്കാൻ വേണ്ടി സൗകര്യത്തിന്. ഓക്കെ റെഡി.
ഇത് രണ്ടും പോറസ് ആയിട്ടുള്ള കാർബൺ ഇലക്ട്രോൺ ആണ്. പോറസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. പോറസ് കാർബൺ ഇലക്ട്രോഡ്. ഓക്കെ, ഇത് H2 ഹൈഡ്രജൻ. ഓക്കെ, ഇത് O2, രണ്ട് ഫ്യൂവൽ സെൽ അല്ലേ. ഓക്കെ, ഇതിലേക്ക് ഹോട്ട് ആയിട്ടുള്ള പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ കൊടുത്തു. ചിത്രം വരയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ, എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് സ്റ്റീം കൊടുത്തിട്ടുണ്ട്, സ്റ്റീം. ഓക്കെ, അപ്പൊ ഇത് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി. സ്കെച്ച് ദ ഡയഗ്രാം ഓഫ് H2O2 ഫ്യൂവൽ സെൽ. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും കൊടുത്തു. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഇലക്ട്രോഡ്സ് റിയാക്ഷൻ ഇൻ ഇറ്റ്. നമുക്കറിയാം രണ്ട് ഇലക്ട്രോഡാണ് ഉള്ളത്. ഏതൊക്കെയാ? ആനോഡും കാഥോഡും അല്ലേ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കാം. ആനോഡ് നടക്കുന്ന ആദ്യത്തെ ആനോഡ് അല്ലേ, ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലേ. ഹൈഡ്രജനിലേക്ക് എന്തുണ്ടാവും അറിയോ? ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലെ KH ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ OH മൈനസ് ഉണ്ടാവും. ആ OH റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈഡ്രജനും ഓക്സിജൻ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വാട്ടർ ലഭിക്കും അല്ലേ. വാട്ടർ ലഭിക്കുക ഹൈഡ്രജൻ ഓക്സിജൻ കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത്. ഇവിടെ നോക്കൂ, H2 + OH മൈനസ് നോക്കുക, ഹൈഡ്രജനും ഓക്സിജൻ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ ഉണ്ടാവുന്നു. സാധാരണ നമുക്കറിയാം. നോക്കുക എത്ര ഹൈഡ്രജൻ ഉണ്ട്? രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഒറ്റ OH മൈനസ് വേണ്ടി വരും. അപ്പോൾ രണ്ട് OH അല്ലെ, ഒരു H നമുക്കറിയാം, H ഉം OH കൂടി ചേരുമ്പോൾ വാട്ടർ ഉണ്ടാവും. രണ്ട് H ഉണ്ട്, അപ്പോൾ രണ്ട് OH മൈനസ്. അപ്പൊ നമുക്ക് രണ്ട് വാട്ടർ മോളിക്യൂൾ ഉണ്ടായി. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ദെൻ നോക്കാം ഇനി. അപ്പൊ നമുക്ക് രണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ, അപ്പൊ +2 ഇലക്ട്രോൺ. ഓക്കെ, ദെൻ അടുത്ത കാഥോഡ്. കാഥോഡിൽ എന്താ ഉണ്ടാവുക നോക്കാം നമുക്ക്. കാഥോഡിൽ നോക്കാം, ഇവിടെ ഓക്സിജൻ അല്ലേ, O2 പ്ലസ് നമ്മൾ ഈ വാട്ടർ മോളിക്യൂൾ റിയാക്ട് ചെയ്തു H2O പ്ലസ്. നോക്കാം, രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഓക്കെ, ഗിവ്സ് എന്തുണ്ടായി നോക്കാം. ഇവിടെ ഒരു O2, ഇവിടെ നോക്കൂ ഒരു O2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക. വാട്ടർ എന്ന് പറഞ്ഞാൽ നോക്കുക HOH അല്ലേ. നമുക്കറിയാം എത്ര വേണം റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ. അപ്പം നോക്കുക H രണ്ട് വാട്ടർ മോളിക്യൂൾ. ഓക്കെ, നോക്കുക എത്ര OH ആയി നോക്കിയേ. ഒരു OH, ഒരു OH, ഇവിടെ രണ്ട് OH, 10 OH കിട്ടും. മൊത്തം 4 OH കിട്ടും. അപ്പൊ 4 OH മൈനസ് രണ്ട് ഇലക്ട്രോൺ പോലെ 4 ഇലക്ട്രോൺ വേണം വേണ്ടേ. 4 മൈനസ് ചാർജിൽ ഇവിടെ രണ്ട് ഈക്വൽ ആണെന്ന് വെച്ചാൽ 4 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ നോക്കി ഇത് രണ്ടും കൂടി ഈക്വൽ ആക്കുന്ന സമയത്ത് ഇവിടെ 2 ഇലക്ട്രോൺ പോരാ, 4 ഇലക്ട്രോൺ ആണോ. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എനിക്ക് എന്തായി? ഇവിടെ എന്തായി? 2H2 + 4OH മൈനസ് ഗിവ്സ് എന്തായി? 4H2O + 4 ഇലക്ട്രോൺ. ഇതെന്താണ്ടാവും? ഇതെന്താണ്ടായി? O2 + 2H2O + 4 ഇലക്ട്രോൺ gives 4OH മൈനസ്. ഇതുകൊണ്ട് നമുക്ക് ആഡ് നോക്കാം അല്ലേ. ഇവിടെ നോക്കുക, ഈ സൈഡിൽ എന്തായി നോക്കിയേ, 2H2 + 4OH മൈനസ് പ്ലസ് O2 + 2H2O + 4 ഇലക്ട്രോൺ. ഇവിടെയോ 4H2O + 4 ഇലക്ട്രോൺ + 4OH മൈനസ്. ഓക്കെ അല്ലേ. ഒരേപോലെ ക്യാൻസൽ കളയാം നമുക്ക്. ഇവിടെ എന്തൊക്കെ ക്യാൻസൽ കളയാം? OH മൈനസ് പോയി, OH മൈനസ് പോയി, ഇലക്ട്രോൺ പോയി, ഇലക്ട്രോൺ പോയി അല്ലെ. ഇവിടെ 2H2O, അവിടെ 4H2O. ഇത് അങ്ങോട്ട് പോയപ്പോൾ 2H2O ആയി പോകും. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടി നോക്കിയേ. 2H2 + O2 gives 2H2O. This is the equation. എല്ലാവരും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പഠിച്ചത് കാണാപ്പാടം പഠിക്കാതെ മെല്ലെ 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 ഓരോന്ന് എഴുതി വെച്ച് നോക്കുക. നമുക്ക് O2ലേക്ക് വാട്ടർ മോളിക്യൂളായി മാറിച്ചത്ത ഇത് വേണം. നമുക്ക് 2 ഓക്സിജനാ അല്ലേ. 2 ഓക്സിജൻ ആകുമ്പോൾ അതി തന്നെ വാട്ടർ മോളിക്യൂൾ 2 വാട്ടർ മോളിക്യൂൾ ആണ്. അപ്പൊ നമുക്ക് ആലോചിച്ച് 2 വാട്ടർ മോളിക്യൂൾ റിയാക്ട് ചെയ്തു. അപ്പൊ 4 OH മൈനസ് കിട്ടി. അവിടെയാണ് എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, ദെൻ അടുത്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമർസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾ. നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ആ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മര്യാദയ്ക്ക് അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്ട്രക്ചറൽ ഐസോമർസത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഐസോമർസം എന്താണെന്ന് അറിയാം. കാരണം മോളിക്കുലർ ഫോമിലെ സെയിം ആവുക, സ്ട്രക്ചറൽ ഫോമിലെ ഡിഫറെന്റ് ആവും. അപ്പോൾ 4 തരത്തിലുള്ള ഐസോമർസമാണ് സാധാരണയായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ 4 സാധാരണ നമ്മൾ പഠിക്കുക പറഞ്ഞാൽ ഇത് വളരെ കാണാപ്പാടം പഠിക്കാതെ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. എളുപ്പത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട് പ്രത്യേകിച്ച് എന്നെ കാണാപ്പാടം പഠിച്ച് മനസ്സിൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാതും വളരെ 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 എളുപ്പത്തിൽ പഠിക്കുക. നോക്കാം, ഞാൻ എഴുതി കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഐസോമർസം ഉണ്ടാകുന്നത്. ഈ കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. സ്ട്രക്ചർ ഐസോമർസം മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് ആദ്യം പറയാം അയണൈസേഷൻ ഐസോമർസം. ഞാൻ ആദ്യം എക്സാമ്പിൾ എഴുതാം, അപ്പോഴാണ് ഇത് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. ഡെഫിനിഷൻ എന്നിട്ട് എഴുതിയാൽ മതി. ഓക്കെ,
എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ട്. ആ പാക്കറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്തു അറിയോ, ഒരു കോമ്പൗണ്ട് ഇട്ടു. ആ കോമ്പൗണ്ട് എന്ന് ചോദിച്ചാൽ ഇതാണ് CONS3O5 BrSFO. 2 പാക്കറ്റുകളുണ്ട്. ഇതിലെനിക്ക് വയലറ്റ് കളർ കിട്ടി, ബ്ലൂ കളർ, ഇതിൽ റെഡ് കിട്ടി. ഓക്കെ, അപ്പൊ നോക്കാം ആദ്യത്തിൽ ആരെയും ലയിച്ച് ചെയ്യാന്നുണ്ടാവുക, ഏതായിരിക്കും സോളിബിൾ ഉണ്ടാവുക ഈ കോമ്പൗണ്ടിലെ. അതായത് ആദ്യത്തിൽ ലയിച്ചു വെച്ചാൽ വയലറ്റ് കിട്ടിച്ചാൽ മനസ്സിലാക്കാം സൾഫേറ്റ് ലയിച്ചു ചേർന്നു, റെഡ് ആണെങ്കിൽ ബ്രോമിൻ ലയിച്ചു ചേർന്നു. അതായത് ഓരോ സൊല്യൂഷനിലും വ്യത്യസ്തമായിട്ടുള്ള അയോണുകളാണ് ലയിച്ചു ചേർന്നെങ്കിൽ നമുക്ക് അതിനെ വിളിക്കും അയണൈസേഷൻ ഐസോമെറിസം എന്ന് വിളിക്കാം. ഓക്കെ, സെയിം മോളിക്കുലർ ഫോർമുലയാണ് ഉണ്ടാവുക, പക്ഷേ ഡിഫറെന്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. അതാണ് അതിന്റെ കാര്യം. അതായത് നമുക്കറിയാം എന്താണ് അയണൈസേഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതുണ്ട്, ഇറ്റ് അറൈസസ് when different ions in solution. അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ വാക്കിലൊക്കെ കൂട്ടിച്ചേർക്കുന്നത് this arises when the coordination compounds with same molecular formula but different ions in solution. ആ പോയിന്റിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് different ions in solution. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ കാര്യം പഠിച്ചില്ലേ, ഇതായി എക്സാമ്പിൾ കൊണ്ട് എഴുതിയാൽ മതി. ഈ എക്സാമ്പിൾ എഴുതിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ എക്സാമ്പിൾ മാത്രം എഴുതി, ഞാൻ ഈ പറഞ്ഞ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ നമുക്കറിയാം ലിങ്കേജ് ഐസോമെറിസം. ലിങ്കേജ് ഐസോമെറിസം എന്താ ലിങ്കേജ് ഐസോമെറിസം? അതായത് നമുക്കറിയാം മോണോഡെൻഡേറ്റ് ലിഗാൻഡുകൾ ഒരു ഇലക്ട്രോൺ പെയറിനെ എപ്പോഴും ഡൊണേറ്റ് ചെയ്യാറ്. ചില മോണോഡെൻഡേറ്റ് ലിഗാൻഡുകൾ ഒന്നിലധികം ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഒന്നിലധികം ഡോണർ ആറ്റങ്ങളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഒന്നിലധികം ഡോണർ ആറ്റങ്ങൾ ഉണ്ടെന്ന് പറയാം. അത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ, അത്തരത്തിലുള്ള ലിഗാൻഡുകൾ ആ കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടാൽ ഇറ്റ് എക്സിബിറ്റ്സ് ലിങ്കേജ് ഐസോമെറിസം. അതിന്റെ എക്സാമ്പിൾ ആണ് നൈട്രോ ഗ്രൂപ്പുകൾ. നൈട്രൈറ്റോ കേട്ടിട്ടുണ്ടാവും അല്ലേ? നോക്കിയേ, ഒരു നൈട്രജനും 2 ഓക്സിജനും. നമുക്ക് എഴുതാം എന്താ ഒരു കോമ്പൗണ്ട് എഴുതിയാൽ നമുക്ക് CONS3O5 NO2Cl. സൈനോ ഐസോസൈനോ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഓക്കെ, അപ്പൊ എന്താ മറ്റേതായില്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം, എന്താ ലിങ്കേജ് ഐസോമെറിസം എന്ന് പറയുന്നത്? ഇറ്റ് അറൈസസ് ഇൻ കോംപ്ലക്സ് containing some monodendritic ligands with have more than one donor atoms. Okay, it arises in complex containing some monodendritic ligands with more than one donor atoms. It exhibits linkage isomerism. CONS3O5 ONO കണ്ടോ, ONO Cl2 കണ്ടോ, ഇതാണ് ലിങ്കേജ് ഐസോമെറിസം. ദെൻ അടുത്താണ് കോർഡിനേഷൻ ഐസോമെറിസം, അല്ലെങ്കിൽ അടുത്ത എഴുതാം കുറച്ചുകൂടി എളുപ്പമുള്ള ഹൈഡ്രേറ്റ് ഐസോമെറിസം. ഹൈഡ്രേറ്റ് ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, നോക്കിയാൽ ഒരു കോമ്പൗണ്ട് എഴുതിയാൽ COH2O6Cl3. ഇവിടെ 6 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അടുത്ത കോമ്പൗണ്ട് എഴുതി COH2O4Cl2, പുറത്ത് എഴുതിയത് 2H2O.Cl. നമുക്ക് ഇതിൽ രണ്ടിലും വാട്ടർ മോളിക്യൂളിന്റെ ഡിഫറൻസ് ഉണ്ടായില്ലേ? ഈ വാട്ടർ മോളിക്യൂൾസ്, അതായത് ഒരു കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിലെ വാട്ടർ മോളിക്യൂൾസിന്റെ ഡിഫറൻസ് മൂലം ഉണ്ടാകുന്ന ഐസോമെറിസത്തെ വിളിച്ച് വരുന്നത് ഹൈഡ്രേറ്റ് ഐസോമെറിസം. അതായത് ഇറ്റ് അറൈസസ് ഇൻ കോംപ്ലക്സസ് ഡ്യൂ ടു different number of water molecules present in the coordination sphere. Okay, it arises in complexes due to different number of water molecules present in the coordination sphere. Okay, lelakum. Then the last one, that is coordination isomerism. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. കോർഡിനേഷൻ ഐസോമെറിസം നോക്കാം. കോർഡിനേഷൻ ഐസോമെറിസം നോക്കാം എല്ലാവരും. എന്താണ് കോർഡിനേഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്? ഇവിടെ നോക്കൂ എല്ലാവരും, ഞാനൊരു കോമ്പൗണ്ട് എഴുതാം CRNS3 മറ്റൊരു കോമ്പൗണ്ടിൽ കൂടെ ചേർന്ന് തന്നെ COCN6. നമുക്ക് അടുത്ത കോമ്പൗണ്ട് എഴുതിയപ്പോൾ നേരെ ഈ ലിഗാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി. അതായത് നോക്കാം, ലിഗാൻഡുകളോ അല്ലെങ്കിൽ കാറ്റയോൺസോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം. CONS3O6. ഇവിടെയോ ആ നേരത്തെ ആ CR ഇങ്ങോട്ട് എഴുതി CRCN6. ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചു? ഇത്തരത്തിൽ ഐസോമെറിസം എന്ന് പറയുന്നത് എന്താ? അതായത് this types of isomerism is possible when both positive and negative ions of a salt
are complex ions. അല്ലെങ്കിൽ നമുക്കറിയാം it involves exchange of ligands between complex cation and complex ions. എന്തറിയാം? It involves the exchange of ligands between complex cations and complex anions. മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. അതായത് ഈ പോസിറ്റീവ് നോക്കുക, കാറ്റോണിനെ ആനിയോണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അവ കോർഡിനേഷൻ ഐസോമേഴ്സ് കാണിക്കും. ഓക്കെ അല്ലേ എല്ലാവർക്കും? ദെൻ നമ്മൾ ആൽക്കഹോൾ ചാപ്റ്ററിലെ ചോദ്യത്തിലേക്ക് പോവാണ്. 30ാമത്തെ ചോദ്യം. Describe the manufacture of the ethanol from molasses. നമുക്കറിയാം എത്തനോൾ ഉണ്ടാക്കുന്നത് എന്തിലൂടെയാ? ഫെർമെന്റേഷൻ. അപ്പോൾ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ പ്രോസസ്സാണ് അല്ലെ? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെ ഡീകമ്പോസ് ചെയ്ത് സിമ്പിൾ കോമ്പൗണ്ട് ആക്കി മാറ്റി എന്തുണ്ടാവും? നമ്മൾ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളൊക്കെ ചേർത്ത് ബയോളജിക്കൽ കാറ്റലിസ്റ്റിന്റെ ആക്ഷൻ മൂലം, അതായത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് നമ്മൾ വിളിച്ച പേര് മറ്റു പേരാണ് എൻസൈംസ്, അവരുടെ പ്രവർത്തനം മൂലം അവ ഡീകമ്പോസ് ചെയ്തു പോകുന്നു. ഈ പറയുന്ന പ്രോസസ്സിനെ വിളിച്ച ഫെർമെന്റേഷൻ അല്ലെ? ആ ഫെർമെന്റേഷൻ പ്രോസസ് എന്താ നോക്കാം. മൊളാസസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ മദർ ലിക്കർ അല്ലെ? അതായത് അതില് നമുക്കറിയാം ഈ ഷുഗറിന്റെ ഒക്കെ ക്രിസ്റ്റലൈസ്ഡ് രൂപം, അല്ലെങ്കിൽ ഈ ഷുഗർ കെയിൻ ജ്യൂസ് എന്നൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കും. ഏകദേശം 40% ഷുഗർ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ആദ്യം ഞാൻ എന്ത് ചോദിച്ചാൽ ഈ മൊളാസസ് ആദ്യം ചെയ്യുന്നറിയോ? ഡൈലൂട്ട് ചെയ്യും. ഒരു 10% കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ, അത് പഞ്ചസാരയുടെ അളവ് ഒരു 10% മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അതിൽ കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്യും. ഈസ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷുഗറിലേക്ക് C12 S22 O11 വെള്ളം ചേർക്കൂലേ ഡൈലൂട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് സപ്ലൈസ് എൻസൈമുകളെ സപ്ലൈ ചെയ്യും. ഏതൊക്കെ എൻസൈമാ? ഇൻവെർട്ടേസും സൈമേസും. ഈ ഇൻവെർട്ടേസും സൈമേസും എന്താണെന്ന് അറിയോ? ഇൻവെർട്ടേസും സൈമേസും ഇതിനെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഇവരെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റും. C6H12O6 പ്ലസ് C6H12O6 കാണുമ്പോൾ രണ്ടും ഒന്നിനെ അല്ലെ? ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി മാറ്റും. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും നോക്കുക. സൈമേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുന്നറിയോ? ഇവയെ ആൽക്കഹോൾ ആക്കി മാറ്റും. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. വീട്ടിൽ നമുക്ക് നാളികേര വെള്ളത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കാം അല്ലെ? സൈമേസ് എന്ത് ചെയ്യും? ഇവയെ ആൽക്കഹോൾ ആക്കി മാറ്റും. C2H5OH. ഒപ്പം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകും. മനസ്സിലായോ? ഈ ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് പുറത്തു പോകും. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ? അതായത് ഞാൻ പറഞ്ഞ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അത് ഇതാ എൻസൈമുകളായിട്ടുള്ള എൻസൈംസിന്റെയും ഇവ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റും. ഇവ സൈമേസ് എന്ന് പറയുന്ന എൻസൈം ഇവയെ ആൽക്കഹോൾ ആക്കി മാറ്റും. ദെൻ അടുത്ത ഒരു ചോദ്യം എന്ന് ചോദിക്കുന്നത് ഇതാണ്. വാട്ട് ഈസ് മെന്റ് ബൈ ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ? എന്താ ഈ ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ആൽക്കഹോള് സാധാരണ ഈതൽ ആൽക്കഹോൾ പറഞ്ഞാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന, ഈ കുടിക്കുന്നത് വല്ലാണ്ട് കുടിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് കിട്ടില്ലല്ലോ. അപ്പൊ എന്തെന്നറിയോ? ദാറ്റ് ഈസ് ഏതെങ്കിലും സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. മീതൈൽ ആൽക്കഹോൾ വിഷമാണ്, ആഡ് ചെയ്യും. ഈ എത്തനോളിലേക്ക് മെത്തനോൾ അല്ലെങ്കിൽ മറ്റുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് കുടിക്കാനാണ് അൺഡ്രിങ്കബിൾ ആക്കുക. കുടിക്കാൻ പറ്റില്ല. പെയിന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കഷായത്തിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾസ് എന്ന് പറഞ്ഞാൽ ആഡിങ് ഇനി അനദർ സബ്സ്റ്റൻസ് ലൈക്ക് മീതൈൽ ആൽക്കഹോൾ. ഓക്കെ, നമുക്ക് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ആഡിങ് സബ്സ്റ്റൻസ് ടു ഇതിൽ ടു മേക്ക് ഇറ്റ് അൺഡ്രിങ്കബിൾ. ആ പ്രോസസ്സിനെ വിളിച്ച് വരുന്നത് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിലേക്ക് മറ്റുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങൾ ആഡ് ചെയ്തിട്ട് അതിനെ കുടിക്കാൻ ഉപയോഗിക്കാതിരിക്കുക, ഡീനാച്ചുറേഷൻ നടക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ വെൻ ethanol is treated with concentrated H2SO4. എത്തനോൾ നമുക്കറിയാം C2H5OH ആണ് അല്ലേ? ആ എത്തനോളിലേക്ക് ഞാൻ എന്ത് ചെയ്തു? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ചേർത്തു. അപ്പൊ നമുക്കറിയാം എന്താണ്ടാവുക? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർത്തുണ്ടാവും. നമുക്കിതിന്ന് ആൽക്കഹോൾ പുറത്തേക്ക് പോയിട്ട് പഠിച്ചിട്ടുണ്ട്. 10th വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സാധനം. ആൽക്കീൻ കിട്ടും. C2H4 ആൽക്കീൻ പ്ലസ് വാട്ടർ എഥീൻ ലഭിക്കും നമുക്ക്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ. എന്താ ചോദ്യം നമുക്ക് നോക്കാം. ഒന്ന്, കാനിസാറോ റിയാക്ഷൻ.